2019 ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചത് സ്വർണ്ണപ്പാളിയല്ലെന്ന് കമ്പനി അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ ബി പ്രദീപ്. പൂർണ്ണമായും ചെമ്പിൽ തീർത്ത പാളിയാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണന്റെ ആളുകൾ എത്തിച്ചതെന്ന് അഡ്വക്കേറ്റ് കെ ബി പ്രദീപ് പറഞ്ഞു. സ്മാർട്ട് ക്രിയേഷനിൽ എത്തിക്കുമ്പോൾ ഉണ്ടായിരുന്നത് 42 കിലോ തന്നെയാണ്. 2019 സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച സ്വർണ്ണപ്പാളി ഏറ്റുവാങ്ങിയത് ദേവസ്വം ഉദ്യോഗസ്ഥരാണെന്നും കെ ബി പ്രദീപ് പറഞ്ഞു. ശബരിമലയുടെ കാര്യത്തിൽ 2019 നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിക്കിൾ, നമ്മളെന്ന് പറയുമ്പോൾ എൻ്റെ ക്ലയൻ്റാണ് എൻ്റെ കമ്പനി, അവരുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഒരു കോപ്പർ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പുറത്ത് പതിപ്പിച്ച ക്ലാഡിങ്സ് ആണ്. അതിനകത്തൊന്നും ഗോൾഡ് പ്ലേറ്റഡ് ആയിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ഇളക്കിയത് ഗോൾഡ് പ്ലേറ്റഡ് ആണെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ ക്ലയൻറ്റിനോ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത് പ്യുവർ കോപ്പറിലുണ്ടാക്കിയ സാധനമാണ്. ഒന്നും തന്നെ പ്ലേറ്റ് ചെയ്യാത്ത ഒരു സാധനമാണ് കൊണ്ടുവന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, എത്രത്തോളം നിർണായകമാണ് ഈ വെളിപ്പെടുത്തൽ? ക്രിസ്റ്റീന, 2019 സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. അതിൽ പ്രധാനമായും പറഞ്ഞ രണ്ട് കാര്യങ്ങൾ: 1999 30 കിലോഗ്രാമോളം സ്വർണം ശബരിമലയിൽ എത്തിയിരുന്നു. അത് ഈ ദ്വാരപാലകരടക്കമുള്ള ഈ സ്വർണ്ണപ്പാളിയിൽ ഈ ചെമ്പുപാളിയിൽ സ്വർണ്ണമടക്കം പൂശുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ 2019 ഈ സ്വർണ്ണപാളി എങ്ങനെ ചെമ്പുപാളിയായി എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഒപ്പം 42 കിലോ ഉണ്ടായിരുന്ന ഈ ദ്വാരപാലക പാളി അത് തിരികെ എത്തിക്കുമ്പോൾ 38 കിലോ ആവുന്നത് എങ്ങനെയെന്നും ഹൈക്കോടതി ചോദിച്ചു. ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ നിലവിൽ ഈ അഭിഭാഷകൻ പറയുന്നത്. അഭിഭാഷകൻ വ്യക്തമാക്കുന്നത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിച്ചത് പൂർണ്ണമായും ചെമ്പിൽ തീർത്ത പാളിയാണ്. അതിൽ ഒരു തരി പോലും സ്വർണത്തിന്റെ അംശമില്ല. നേരത്തെ വേറെ എവിടെയെങ്കിലും സ്വർണം പൂശിയതാണ് എങ്കിൽ അത് കമ്പനി നിയമം അനുസരിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് വീണ്ടും സ്വർണം പൂശാറില്ല എന്നാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചത് പൂർണ്ണമായും അത് ചെമ്പുപാളിയാണ്. അതിൽ ഞങ്ങൾ പൂർണ്ണമായും സ്വർണം പൂശി 397 ഗ്രാം സ്വർണമാണ് പൂശിയതെന്ന് പറയുന്നു. ഒപ്പം അവിടെ എത്തിക്കുന്ന ഘട്ടത്തിൽ 42 കിലോ തന്നെയായിരുന്നു ഈ സ്വർണ്ണപ്പാളി ഈ ചെമ്പുപാളിയുടെ കനം. പക്ഷേ സാധാരണഗതിയിൽ ഇത്തരം പാളികളിൽ ഈ മെഴുക്കടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. കാരണം ഇത് ചളുങ്ങിപ്പോകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ മെഴുക്ക് അവിടെ ഈ കുമിളകൾ പോലെ വീർത്തിരിക്കുന്ന വശങ്ങളിലൊക്കെ ഇത് ഒട്ടിച്ചു വെക്കാറുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ഈ പാളിയിൽ നിന്ന് ഈ മെഴുക്ക് അടർത്തി മാറ്റും. അതോടൊപ്പം 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച സ്വർണ്ണപ്പാളികൾ അത് ചെമ്പുപാളികളായിരുന്നെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഡ്വക്കേറ്റ് കെ ബി പ്രദീപ് 24-നോട് പറഞ്ഞത്. വിവരങ്ങൾ നൽകിയത് വിഷ്ണു സുരേഷാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.